ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എസ് ജാനകി അമ്മയ്ക്ക് വിട. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ മൈസൂരുവിലെ കനിയാനാഹുണ്ടിലെ നവീൻ ഫാം ഹൌസിൽ നടന്നു. പ്രിയ ഗായികയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. മൈസൂരു മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സിനിമ, സംഗീതം, രാഷ്ട്രീയം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ അടക്കം ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും വലിയൊരു നഷ്ടമാണ്. സംസ്കാരം എന്തായാലും ജാനകിയമ്മയുടെ ഔദ്യോഗിക ബഹുമതികളോടെ മൈസൂരുവിലെ കനിയാഹുണ്ടിലാണ് നടന്നിട്ടുള്ളത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഒരു സംഗീത യുഗം അവസാനിച്ചിരിക്കുകയാണ്. ഇനി എസ് ജാനകി എന്ന ആ സ്വരമാധുര്യം മലയാളിക്കല്ല, ദക്ഷിണേന്ത്യക്കാകെ സംഗീതത്തിൻ്റെ ഒരു പുതിയ മാധുര്യം പകർന്ന സ്വരത്തിലൂടെ മാധുര്യം പകർന്ന ആ ഗായിക ഇനി നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ആ പാട്ടുകളിലൂടെ ജീവിക്കും. ഏതായാലും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെ മൈസൂരുവിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. കനിയാഹുണ്ടിയിലെ നവീൻ ഫാം ഹൗസിൽ എസ് ജാനകിയുടെ ആഗ്രഹപ്രകാരമാണ് അവിടെ അന്ത്യവിശ്രമ ചടങ്ങുകൾ അല്ലെങ്കിൽ അന്ത്യവിശ്രമം ഒരുക്കിയത്. ഏതായാലും കൊച്ചുമകൾ അപ്സരയാണ് ഈ അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. രാവിലെ 8:30 മൃതദേഹം മൈസൂരുവിലെ വീട്ടിൽ നിന്ന് മൈസൂരു മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിനായി എത്തിച്ചത്. ആ നിമിഷം മുതൽ അവിടേക്ക് ആളുകളുടെ ഒരു വലിയ പ്രവാഹമാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. സാധാരണ ജനങ്ങൾ മുതൽ സംഗീത മേഖലയിലെ, സിനിമാ മേഖലയിലെ, അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലകളിലെ ഒക്കെ പ്രമുഖരടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. 3:30 വരെയാണ് സംസ്കാര പൊതുദർശന ചടങ്ങുകൾ ക്രമീകരിച്ചിരുന്നത്. ഏതാണ്ട് 1000-ഓളം ആളുകൾ വന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം വിലാപയാത്രയായി ഈ നവീൻ ഫാം ഹൗസിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായ ചടങ്ങുകൾ നടന്നു. തുടർന്ന് പോലീസ് കർണാടക പോലീസിൻ്റെ ഔദ്യോഗിക ബഹുമതി നൽകി. അതിനുശേഷം കൊച്ചുമകൾ അപ്സര ചിതയ്ക്ക് തീ കൊളുത്തി. ഏതായാലും വലിയ ഒരു കാലഘട്ടത്തിനാണ് ഇവിടെ വിട ചൊല്ലുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട ആ സംഗീതയാത്ര, അത് തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും, മലയാളവും തമിഴും തെലുങ്കും കന്നഡയും കടന്ന് ഭാഷാഭേദമന്യേ ആ സംഗീതയാത്ര അത് അവസാനിച്ചിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും മലയാളി അല്ലെങ്കിൽ സംഗീതത്തോട് സ്നേഹമുള്ള, സംഗീതം മരിക്കാത്തിടത്തോളം കാലം എസ് ജാനകിയും ഓരോ സംഗീതപ്രേമിയുടെയും മനസ്സിൽ ജീവിക്കും. അത്രയേറെ പ്രിയപ്പെട്ട ഗാനങ്ങൾ, ഓരോ നിമിഷവും ഒരു മനുഷ്യൻ്റെ ഓരോ അനുഭവങ്ങൾക്കനുസരിച്ചുള്ള ഭാവങ്ങൾ പകർന്ന ഗാനങ്ങൾ ഒരുപാട് എസ് ജാനകി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ആ സംഗീതം നിലനിൽക്കും. ആ ഓർമ്മകളിലൂടെ എസ് ജാനകി എന്നും ജീവിക്കും, അമരയായി തുടരും. വിഖ്യാത ഗായിക ജാനകി അമ്മയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു. സംഗീത ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ എന്നേക്കുമായി ജീവിച്ചിരിക്കുമെന്ന വികാരനിർഭരമായ ഓർമ്മകളോടുകൂടിയാണ് പ്രിയ ഗായികയ്ക്ക് രാജ്യം ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.